ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് UAE HR ജോബ് നോക്കുന്ന ആൾക്കാർ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. സോ ഇത് നമുക്ക് രണ്ട് രീതിയിൽ ഡിസ്കസ് ചെയ്യാം. ഒന്ന് ഇമോഷണൽ ആയിട്ടുള്ള വേയിലും, അതല്ലാതെ ഇമോഷണലി അല്ലാതെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതാണ്. സോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ലൈക്ക് സെക്കൻഡ് ഓപ്ഷനാണ്, മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ളതാണ്. സോ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് നിങ്ങളുടെ റെസ്യൂമാണ്. ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞു എന്ന് തോന്നുന്നു, ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന്. സോ ഒരു റെസ്യൂമ് വെൽ പ്രസൻറ്റഡ് ആണെങ്കിൽ മാത്രമാണ് നമുക്കൊരു ഇൻ്റർവ്യൂ കോള് പോലും കിട്ടുകയുള്ളൂ. സോ ഒരു റിക്രൂട്ടറുടെ കയ്യിൽ നമ്മളുടെ CV ആണ് ഏറ്റവും ആദ്യം എത്തുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾക്കൊരു ചാൻസ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് അറിയാം. അപ്പോൾ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസ്യൂം പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത്. സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് മാക്സിമം ഒരു ലോക്കൽ എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ലൈക്ക് അതിപ്പോൾ ഒരു ഇൻറ്റേൺഷിപ്പായിട്ടോ ഇല്ലെങ്കിൽ ഫ്രീലാൻസ് ആയിട്ടോ അല്ലെങ്കിൽ വോളണ്ടിയറിലോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യാം. ഇപ്പോൾ ഇൻറ്റേൺഷിപ്പൊക്കെ ആണെങ്കിൽ 1 month 2 month 3 month ഒക്കെ ഉള്ള ഇൻറ്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനീസൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഞാൻ ഇൻ്റർവ്യൂസൊക്കെ എടുത്ത കുറേ കാൻഡിഡേറ്റ്സൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഹസ്ബൻഡിൻ്റെ കമ്പനിയിലാണ്, ജസ്റ്റ് ഒരു എക്സ്പീരിയൻസിന് വേണ്ടി നിൽക്കുന്നതാണ്, ദെൻ റിലേറ്റീവ്സിൻ്റെ കമ്പനിയാണ്, കസിൻ്റെ കമ്പനിയാണ്, ബ്രദറിൻ്റെ കമ്പനിയാണ്, അല്ലെങ്കിൽ ഫാദറിൻ്റെ ഫ്രണ്ടിൻ്റെ കമ്പനിയാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു എക്സ്പീരിയൻസിന് വേണ്ടി നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ വിത്തൗട്ട് സാലറി ആണെങ്കിലും അങ്ങനെയുള്ള ഒരു ലോക്കൽ എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുണ്ടെന്നുണ്ടെങ്കിൽ ഒരു അഡീഷണൽ നമുക്കൊരു ജോബ് കിട്ടാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണത്. ഇപ്പം നാട്ടിലൊക്കെ നമുക്ക് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാലും, ചിലപ്പോൾ 5 year 10 year എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാലും, ഇവിടെ വന്നു കഴിയുമ്പോൾ ബേസിക്കലി നമ്മളൊരു ഫ്രഷറായിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുക. അത് എക്സ്പീരിയൻസ് നമുക്കൊരു അസറ്റാണെങ്കിൽ പോലും നമ്മളുടെ സാലറിയുടെ കേസിലോട്ട് വരുമ്പോൾ നമുക്കൊരു ഫ്രഷറുടെ സാലറിയാണ് കമ്പനി ഓഫർ ചെയ്യുള്ളൂ. അപ്പോൾ ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, നമ്മൾ ചെല്ലുന്ന ഫീൽഡിനെ പറ്റി നമുക്കൊരു ബേസിക് ഐഡിയ ഉണ്ട്, അറ്റ്ലീസ്റ്റ് ഒരു ബേസിക് ആയിട്ടുള്ള ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ജോബ് കിട്ടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടുതലായിരിക്കും. തിങ് എന്ന് പറയുന്നത് അറബിക് ലാംഗ്വേജൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പ്രിഫറൻസ് ഉണ്ടാവും. ബിക്കോസ് ഇപ്പോൾ ഒരു HR ഫീൽഡിൽ അഡ്മിൻ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ലേബർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ വരുന്നത് അറബിക്കിലൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഗവൺമെൻറ് സ്ഥാപനങ്ങളിലൊക്കെ പോകുമ്പോൾ അവിടെയുള്ള ആൾക്കാരുമായിട്ട് കൂടുതൽ അറബിക് ലാംഗ്വേജിൽ സംസാരിക്കുന്നതായിരിക്കും കുറച്ചുകൂടി അവർക്ക് കൺവീനിയൻ്റ് ആയിട്ടുണ്ടാവുക. അപ്പോൾ അറബിക് ലാംഗ്വേജ് ഒക്കെ അറിയാമെന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടുത്തെ ലോക്കൽ കമ്പനികളിലൊക്കെ നമുക്ക് ജോലി കിട്ടാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും, നമുക്കൊരു പ്രിഫറൻസ് ഉണ്ടാവും. പിന്നത്തെ ഒരു കാര്യമാണ് നിങ്ങളുടെ വിസ സ്റ്റാറ്റസ് എന്താണെന്നുള്ളത്. അപ്പോൾ വിസ സ്റ്റാറ്റസിൻ്റെ കാര്യം എന്തുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ, ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഒരുപാട് വിസ ടൈപ്പ് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിൽ ഏത് വിസ എടുത്താലാണ്, വിസിറ്റ് വിസ ഉണ്ട്, ഫ്രീലാൻസ് വിസ ഉണ്ട്, ദെൻ സ്പോൺസർഷിപ്പ് ഉണ്ട്, അതിൽ ഹസ്ബൻഡ് സ്പോൺസർഷിപ്പ് ഉണ്ടാവാം, ഫാദർ സ്പോൺസർഷിപ്പ് ഉണ്ടാവാം, ദെൻ ഫ്രീലാൻസിൽ തന്നെ പല ടൈപ്പുണ്ട്, ദെൻ ഇൻവെസ്റ്റർ വിസ, അങ്ങനെയൊക്കെ ഒരുപാട് വിസ ടൈപ്പ് ഉണ്ട്. അപ്പോൾ അതിൽ ഏത് വിസ എടുത്താലാണ് നമുക്ക് ജോബ് കിട്ടാൻ എളുപ്പമുള്ളതെന്ന് നോക്കിയിട്ട് എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ അതൊരു നേരത്തെ നമ്മൾ ഈ ടൈപ്പ് ഓഫ് വിസനെ പലതരത്തിലുള്ള ഓപ്ഷൻസ് ഉള്ളതിനെ പറ്റിയൊക്കെ ഒന്ന് സ്റ്റഡി ചെയ്ത് അതിനനുസരിച്ചൊരു വിസ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജോബ് കിട്ടാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. കൂടുതൽ ആൾക്കാരും വിസിറ്റ് എടുത്ത് തന്നെയാണ് ഇവിടെ വന്ന് ജോലി നോക്കുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു വുമൻ്റെ കേസിൽ അവർക്കൊരു ഓൺ വിസ ഉള്ളതാണ് കുറച്ചും കൂടി ജോലി കിട്ടാൻ എളുപ്പം. പക്ഷേ മെന്നാണെന്നുണ്ടെങ്കിൽ അവർക്ക് കൂടുതലും സെയിൽസ് ഫീൽഡിലൊക്കെ ആയിരിക്കും ജോലി കിട്ടുക. അപ്പോൾ അവർക്ക് എന്തായാലും ഒരു എംപ്ലോയ്മെൻറ്റ് വിസയാണ് കിട്ടാനുള്ള പോസിബിലിറ്റി ഉള്ളത്. അപ്പോൾ അവർക്ക് വിസിറ്റ് വിസ ആണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ ഒരുപാട് വിസ ടൈപ്പ് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അതിൽ നമ്മളുടെ കാറ്റഗറി, നമ്മൾ ഏത് ഫീൽഡിലേക്കാണ് ജോബ് നോക്കുന്നത്, ഇതൊക്കെയൊന്ന് പഠിച്ചതിന് ശേഷം ബെറ്റർ ആയിട്ടുള്ളൊരു വിസ എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും. പിന്നെയെന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് ഓൺലൈൻ ജോബ്സ് പോർട്ടൽസൊക്കെ ഉണ്ട്. അപ്പോൾ ആ ജോബ് സൈറ്റുകളൊക്കെ ഏതാണെന്നൊക്കെ ഉള്ളത് നോക്കി വെക്കുക. ഇൻഡീഡ്, നൗക്കരി, ലിങ്ക്ഡിൻ, ദെൻ ഇതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക.
അതുപോലെ തന്നെ മറ്റൊരു പോയിൻ്റാണ് നെറ്റ്വർക്കിംഗ്. അതായത് ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു റെഫറൻസ് വഴിയാണ് നമുക്ക് ജോബ് കിട്ടാനുള്ള ഏറ്റവും കൂടുതൽ പോസിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആ റെഫറൻസ് വഴി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ നെറ്റ്വർക്കിംഗ് ത്രൂ ആണ് റെഫറൻസ് കൂടുതലും കിട്ടുക. അതായത് പ്രൊഫഷണലി നമ്മുടെ HR ഇല്ലെങ്കിൽ അഡ്മിൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇവൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ പങ്കെടുക്കുക, എന്തെങ്കിലും ജോബ് ഫെയറുകളുണ്ടെങ്കിൽ അതിനൊക്കെ പോവുക, അവിടെ മാക്സിമം നെറ്റ്വർക്കിംഗ് കണക്ഷൻസൊക്കെ ക്രിയേറ്റ് ചെയ്യുക, സെമിനാറുകൾ അറ്റൻഡ് ചെയ്യുക. ദെൻ ഒരുപാട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഇപ്പം ജോബ് വേക്കൻസീസൊക്കെ ഒരുപാട് ഇടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുക, അതിലൊക്കെ ഒന്ന് CVയും കാര്യങ്ങളും ഫോർവേഡ് ചെയ്യുക. ദെൻ ഒരുപാട് റിക്രൂട്ട്മെൻറ്റ് ഏജൻസീസൊക്കെ ഉണ്ട്, പക്ഷേ അവർക്കൊക്കെ ഡിമാൻഡ്സും ഉണ്ട്. ലൈക്ക് നമുക്കൊരു അവർ ത്രൂ ഒരു ജോബ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സാലറിയുടെ ഇത്ര പെർസെൻറ്റേജ് അവർക്ക് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്ക് നല്ലൊരു ജോലി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പെർസെൻറ്റേജ് ഫോർ ദ ഫസ്റ്റ് ടൈം കൊടുക്കുന്നതിൽ കുഴപ്പമില്ല. ബിക്കോസ് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി അവർ ത്രൂ കിട്ടുന്നത് കൊണ്ടാണല്ലോ. അപ്പോൾ അങ്ങനെ പെയ്ഡായിട്ടുള്ളതൊന്നും കുഴപ്പമില്ല. പക്ഷേ കാശ് മേടിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് ജോലി ആക്കി തരാം എന്ന് പറയുന്നിടത്തൊന്നും പേയ്മെൻ്റ് ഒന്നും കൊടുക്കാൻ നിൽക്കരുത്. അതല്ലാതെ നമുക്ക് വൺസ് കമ്പനിയുടെ ഓഫർ ലെറ്ററൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് 1 മന്ത് സാലറി കിട്ടിയതിന് ശേഷം അതിൻ്റെ ഇത്ര പെർസെൻറ്റേജ് പ്രൊവൈഡ് ചെയ്യാനൊക്കെ ചില ഏജൻസികളൊക്കെ പറയും. അപ്പോൾ അത് കൊടുക്കുന്നതിൽ കുഴപ്പമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ, ആക്ച്വലി ഞാനിപ്പോൾ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളൂ. ബട്ട് ഇതൊരു ഒരുപാട് കാര്യങ്ങൾ ജോബ് അന്വേഷിക്കുന്ന സമയത്ത് നമ്മൾ വെൽ പ്രിപ്പയർഡ് ആയിരിക്കണം. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ, എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ആഡ് ചെയ്യുക, ഞാൻ വീഡിയോസ് ചെയ്യാം ആൻസർ ചെയ്തുകൊണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. സോ ബൈ ഓൾ.